ഇവിടെ 12 10 ഏക്കറിലൊക്കെ 12. ആ സ്റ്റാൻഡേർഡ് നോക്കിയല്ല ഞാൻ കായ്ക്കുന്നതിൽ അങ്ങനോട് നോക്കിയാൽ എൻ്റെ കയ്യിൽ ഇപ്പോൾ 10 രൂപ ഉള്ളൂ. ഇല്ലെങ്കിൽ എപ്പോഴെങ്കിലും തന്നാട്ടാ. വണ്ടിയിൽ നിന്ന് കാലിൻ്റെ മുട്ടിന് ചുമത്തിരിക്കുകയല്ലേ, വണ്ടിയിൽ നിന്നൊക്കെ ചുമത്തിരിക്കുകയല്ലേ കാറ്റുമല്ലേ കുട്ടിനെ ജാപ്പൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞ ഒരാളെ പറ്റിക്കാൻ പാടില്ല. ഞാൻ പണ്ട് അവൻ്റെ അടുത്ത് മുളകുപൊടി വെച്ചപ്പോൾ ഇടക്കത്തെ വാങ്ങിച്ചിട്ട് ചായക്കടയിൽ നടന്നപ്പോൾ മുളകുപൊടി വെച്ചു. ഇതെങ്ങനെ വില അതിന് 30 രൂപ. അപ്പോൾ ഞാൻ വിദ്യാഭ്യാസം കൊടുക്കുന്നു. എടാ ഞാൻ മുളകുപൊടി മേടിച്ചില്ല, അതിന് തന്നെയാണ് വില. മറ്റേ വലിയ കുട്ടിനാണെങ്കിൽ 50 രൂപ, ചെറുതാണെങ്കിൽ 20 രൂപ. ഇതൊന്നും എന്നോട് 30 രൂപ കൊടുക്കുന്നു. എൻ്റെ ചേട്ടാ അത് തിന്നണമെന്നാ തിന്നാൻ പറ്റുള്ളൂ, അല്ലാത്തൊന്നും തിന്നില്ല. എല്ലാവരും പറയും അത് ആർക്കും തിന്നാൻ തോന്നുന്നു. ആർക്കും തിന്നുന്ന കാര്യമല്ല. കേട്ടുള്ളപ്പോൾ എനിക്ക് അച്ഛൻ കേട്ടാലും കുഴപ്പമില്ല, ആരും കേട്ടാലും എനിക്ക് കാര്യം തീർച്ചയായിട്ടും കാര്യമാണ്. എൻ്റെ കാര്യം എൻ്റെ അമ്മ ഇവിടെ പോക്കറ്റിലുണ്ട്. എൻ്റെ കാര്യത്താൽ സീപ്പറായിട്ട് കാര്യമാണ്. വണ്ടി പോയിരുന്നാലും അതൊക്കെ പഴുത്താ താഴെ മത്സ്യം നമ്മൾ താഴെ കിട്ടണ പറിച്ച് തന്നിട്ട് ഇത് പഴുത്താ നിലത്ത് എന്താ പറയുക. അത് വേണ്ട 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 ഇത് മതി. അത് ലക്ഷ്മി തരൂര് പഴമാണ്. അതിന് പഴമുണ്ടല്ലോ, പക്ഷെ പഴത്തിന് ഒരു ചവർപ്പ കൊണ്ട് ഇഷ്ടമാര് കിടക്കാനല്ലേ. പഴം ചുവന്ന് കിടക്കുന്ന പഴം പഴം ഉണ്ടെങ്കിൽ പറക്കി വെച്ചാ ചുമപ്പ പഴം അത് പച്ചയല്ലേ, അത് പച്ചയല്ലേ. അറിയത്തില്ലല്ലേ. കുറച്ച് ചവർപ്പല്ലേ അതിനാ, ചവർപ്പല്ലേ.
അതിൻ്റെ ഉള്ളിൽ ആ കടിക്കണ്ട, തൊലി മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ കളഞ്ഞേരെ. അതിന്റെ തൊലിയുടെ ഉള്ളിൽ നിന്നെന്താ? തൊലിയുടെ ഉള്ളിൽ കായ, അത് കളഞ്ഞേരെ വെച്ചാൽ കൊള്ളില്ല. കമന്നിങ്ങനെ കിടന്നു. പിന്നെ എഴുന്നേക്കൊന്നുമില്ല. അച്ഛൻ പറഞ്ഞു തല വെക്കാൻ പറഞ്ഞു. അവളിങ്ങനെ ഇരിക്കുക. എടി ഞാൻ തല കൊമ്പിട്ടിട്ട് ഇതിന് നേരെയാക്കാൻ തന്നെ തല ചാമ്പങ്ങ പഴുത്ത് കിട്ടിയോ? അത് കൊണ്ട് ചാമ്പങ്ങയാണല്ലോ. ആ കാപ്പങ്ങ പഴം അല്ലാനോ കശുമാങ്ങ പറയും കഴുകിട്ട് കഴിക്കും. ഞാൻ വീട് പിടിക്കുക അതൊക്കെ നിറച്ച് കൂട്ടല്ലോ. അത് എന്നാ മാവ്, വെള്ളത്തിൽ മാവ് നമുക്ക് നടാറുന്നു. എന്നാ മാവ് അത് ബഡ് മാവ്. അത് അപ്പൊ